Majorisa. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലും കൂടിയാണേ. കാരണം ഞങ്ങളെല്ലാവരും ഒരേപോലെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. എന്തായാലും കാര്യം ഞാൻ പറയാം. ഇന്ന് ഞങ്ങൾ ഈ അക്കാഡമിക് ഇയറിലെ ആദ്യത്തെ പ്രോഗ്രാമാണ് കേട്ടോ. അതായത് ഇന്ന് ഞങ്ങളെ ഫ്രഷേഴ്സ് ഡേ ആണ്. 1-2 തവണ ബസ് സ്ട്രൈക്കൊക്കെ കാരണം ഡേറ്റ് മാറ്റി അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. പെരിന്തൽമണ്ണ CT പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി. നമ്മുടെ പ്രോട്ടക്കിൻ്റെ 6 ബ്രാഞ്ചിലെയും എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടി. ഇതുവരെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ പോലും എല്ലാവരെയും കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ടീച്ചേഴ്സിനെയും അതേപോലെ ബാക്കിയുള്ള ബ്രാഞ്ചിലെ കുട്ടികളെ എല്ലാവരെയും നേരിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നേരിട്ട് കാണാനും സംസാരിക്കാനും ഉള്ള അവസരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിരുന്നില്ല. പിന്നെ ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം ഉദ്ഘാടന പ്രസംഗങ്ങളും അതേപോലെ നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രോട്ടക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇയർ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ. ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാനുള്ള കിറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ ദിവസം വീൽ ചെയർ, കുടകൾ ഒക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇവരെ കുറേ പോലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. എനിക്കത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഞാൻ. പിന്നെ എല്ലാവരും വീഡിയോ എടുത്ത് നടക്കണോണ്ട് പിന്നെ എവിടെയും കാണാൻ പറ്റില്ല. പിന്നെ ഇത് ഞങ്ങളെ ടീച്ചേഴ്സാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ കാര്യത്തിനും കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ഞങ്ങളെ ടീച്ചേഴ്സ് 6 ബ്രാഞ്ചിലെയും എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്കിന് ചായയും ബിസ്ക്കറ്റുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വിശക്കാനും തുടങ്ങിയിരുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് ഞങ്ങളൊരു ചായയും ബിസ്ക്കറ്റും കഴിച്ചു. അങ്ങനെ വീണ്ടും നല്ലൊരു പാട്ടോട് കൂടിയിട്ട് ഞങ്ങൾ പ്രോഗ്രാം ആരംഭിച്ചു. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മൈലാഞ്ചിയിലെ ഫൈനലിസ്റ്റാണ് വിനിഷ എന്നാണ് പേര്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നല്ല വൈബ് സിംഗറാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഇവിടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചത്. എനിക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ഇരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ ആ പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ സിംഗർ അത്രയ്ക്ക് അടിപൊളിയായോണ്ടല്ലേ അത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും പഠിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിനിടയ്ക്ക് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിനൊന്നും പോകണ്ട. കൊല്ലത്തിൽ ഒരു 5 ദിവസം കോളേജിൽ എക്സാം ഉണ്ടാകും. ആ എക്സാമിന് മാത്രം പോവുക, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അവിടെ നിന്ന് കാണുക. വീണ്ടും അടുത്ത കൊല്ലം ഒരു 5 ദിവസം എക്സാം വരുമ്പോൾ വീണ്ടും അവരെ മീറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് കോളേജിൽ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഒക്കെ വരും. ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആയാലും അതേപോലെ ഓരോരോ ഫെസ്റ്റിവലായിട്ടും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കൊന്നിനും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സയാനെ വീട്ടിലാക്കി പോകാൻ പറ്റിയിരുന്നില്ല. ഒട്ടും വിട്ട് നിൽക്കാത്തതുകൊണ്ട് ഓനെ വീട്ടിലാക്കി പോകാൻ എനിക്ക് പറ്റായിരുന്നില്ല. എക്സാമിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ കൂടെ കൊണ്ടുപോയി ആ ഒരു 3 മണിക്കൂർ മാത്രമേ ഓനെ വിട്ട് നിന്നിരുന്നുള്ളൂ. ഇപ്പോൾ സയാന് 3 വയസ്സായി. ഓനെ വീട്ടിൽ നിർത്തി പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായപ്പോഴാണ് കേട്ടോ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ഓൺലൈനായിട്ട് പഠിക്കുന്നില്ല, ഓഫ്ലൈനായിട്ട് തന്നെ പോയി പഠിക്കുള്ളൂ എന്ന്. ക്ലാസ് തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം സയാന് വീട്ടിലാക്കി പോകുമ്പോൾ ഞാൻ പോകുന്നത് കാണുമ്പോൾ ഓരോ ദിവസവും കരഞ്ഞിട്ട് ആ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ പോകുക. അപ്പോൾ പിന്നെ അവിടെ എത്തിയാലും ഇങ്ങനെ വിളിക്കും, എന്തായി സയാൻ കരയണുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ അത് സയാനും അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി, ഞാനും അഡ്ജസ്റ്റ് ആയി തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പോകുകയാണെങ്കിൽ ഓനിക്കത് വിഷയമല്ല. ഞാൻ വരുന്നത് വരെ ഓന് അഡ്ജസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അസ്വാക്കിൻ്റെ പ്രശ്നമല്ല. രാവിലെ ഞാൻ ഓളെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ പോകുക. പിന്നെ തിരിച്ചോള് വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ ഞാൻ എത്തും ചെയ്യും. അതുകൊണ്ട് ഓൾക്ക് അതൊരു വിഷയമല്ല. കഴിഞ്ഞ ജൂൺ 4-നാണ് കേട്ടോ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ക്ലാസ് തുടങ്ങി ഏകദേശം 2 മാസം ആവാനായി. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നതെന്ന് അറിയില്ല. കാരണം ഓരോ ദിവസവും ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഷോർട്സ് ഇടുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പഠിക്കണേന്ന്. ഞാൻ MTTCക്കാണ് കേട്ടോ പഠിക്കുന്നത്. പെരിന്തൽമണ്ണ പ്രോട്ടക്കിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. 1 വർഷത്തെ കോഴ്സാണ് കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക് BCom ഒക്കെ എടുത്തിട്ട് പിന്നെന്താ MTTCക്ക് പോയി ചേർന്നതെന്ന്. ഞാൻ എൻ്റെ ഒരൊറ്റ ഇഷ്ടത്തിൻ്റെ പുറത്ത് പോയിട്ട് ചേർന്ന കോഴ്സാണ് കേട്ടോ.
പിന്നെ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം ആവാറായി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഇതുവരെ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവുമെന്നാണ് ഒരുവിധം എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പോയിട്ട് ഞാൻ ചേർന്നൊരു കോഴ്സാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്നത്തെ ദിവസം എനിക്ക് ചെറിയൊരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡാൻസാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ +2 വരെ എനിക്ക് സ്റ്റേജ് ഫിയറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒപ്പനക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, സബ് ജില്ലയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 8 വർഷത്തെ ഗ്യാപ്പ് വന്നതിന് ശേഷം ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ആദ്യം ഞാൻ ഒരു പരിപാടിക്കും ഇല്ലയെന്നും പറഞ്ഞിരുന്നതായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനൊക്കെ നിർബന്ധമായിരുന്നു കേട്ടോ, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തേ പറ്റുമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഡാൻസ് എടുത്തതാണ് കേട്ടോ. ഈ ഒരു 8 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നതിന് ശേഷം നമുക്ക് ശരിക്കൊന്ന് കളിക്കാൻ അറിയോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ ആദ്യമൊന്നും ഒട്ടും കളിക്കാനേ പറ്റിയിരുന്നില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അതിനോട് സെറ്റായി. അങ്ങനെ സ്റ്റേജിൽ കളിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പേടിയൊന്നും പിന്നെ ഇല്ലാതായിട്ടോ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്കിറ്റും സോങ്ങും ഒപ്പനയും അറബിക് ഡാൻസും അങ്ങനെ ഒരുപാട് പ്രോഗ്രാം. പക്ഷേ എല്ലാം ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ എല്ലാം ഒന്നും വീഡിയോ എടുത്താലും നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഒന്നിന് കൊടുക്കാൻ പറ്റില്ല. കാരണം മ്യൂസിക് കയറുന്നതുകൊണ്ട് ഇടയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഒറിജിനൽ ഓഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒന്നും കൂടി കളറായേനെ. കാരണം ഞാനിങ്ങനെ സംസാരിക്കുന്നതിലേക്കായും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു രസം കിട്ടുക അതിൻ്റെ ഒറിജിനൽ ഓഡിയോടെ കാണുന്നതായിരുന്നു എനിക്കറിയാം. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് അത് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും നല്ല ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ അത് സ്റ്റേജുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പരിപാടികളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സിംഗറില്ല, ആൾ ഭയങ്കര വൈബാണ്. കാരണം ആ ഒരു ഓഡിയൻസിനെ ഫുള്ള് കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഈ ഇയറിലെ ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എന്താ പറയുക കളറാക്കാൻ പറ്റി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേ വിശേഷങ്ങൾ. ഇതിൽ കുറേ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കട്ടോ. അപ്പോൾ ഇനി കൂടുതൽ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.